വിശദമായ വാർത്തകൾ നോക്കാം. അരിക്കൊമ്പൻ വിഷയത്തിൽ കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ചിന്നക്കനാൽ, ശാന്തമ്പാറ പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തി. വിശദമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന് അമിക്കസ് ക്യൂറി വ്യക്തമാക്കി. നാളെ എറണാകുളത്ത് പ്രത്യേക യോഗം ചേരും. കർഷകരുമായും ജനപ്രതിനിധികളുമായും സമിതി അംഗങ്ങൾ ചർച്ച നടത്തി. മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിൽ ചേർന്ന യോഗത്തിന് ശേഷം 5 അംഗ വിദഗ്ധ സമിതി കാട്ടാന ആക്രമണം രൂക്ഷമായ മേഖലകൾ സന്ദർശിച്ചു. ആനയിറങ്കലിലെത്തിയ ഇവരോട് കുട്ടികൾ മേഖലയിലെ ബുദ്ധിമുട്ടുകൾ വിശദീകരിച്ചു. പ്രതിഷേധം നടക്കുന്ന സിംഗുഘട്ടവും 301 കോളനിയും സംഘം സന്ദർശിച്ചില്ല. നാളെ എറണാകുളത്ത് പ്രത്യേക യോഗം ചേരും. ഞങ്ങളൊന്ന് സിറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് നാളെ തീരുമാനിക്കും. നാളെ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് ഫിസിക്കലായിട്ട് എല്ലാവരും മീറ്റ് ചെയ്ത് വിൽ ഡിസ്കസ് ദിസ്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ആനയെ പിടിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അരിക്കൊമ്പനെ ഈ പ്രദേശത്ത് നിന്ന് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അത് പിടിക്കുകയാണ്, അതിനെ ഇവിടെ കൊണ്ടുപോകണം. നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്നാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത്. 5 ആദിവാസി ഊരുകളിലെ 10 പേരിൽ നിന്നും ചിന്നക്കനാൽ പഞ്ചായത്തിലെ 6 കർഷകരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും വിദഗ്ധ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. കാട്ടാന വരുത്തിയ നാശനഷ്ടങ്ങളും വിലയിരുത്തി. കുങ്കി ആനത്താവളത്തിലും സംഘം സന്ദർശനം നടത്തി. ന്യൂസ് 18 ഇടുക്കി. 15-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ 48-കാരന് 6 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും പട്ടാമ്പി പോക്സോ അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കുലിക്കല്ലൂർ സ്വദേശി പാറക്കാട്ട് കുന്നിന്മേൽ വീട്ടിൽ മോഹൻദാസിനെയാണ് ശിക്ഷിച്ചത്. പിഴസംഖ്യ ഇരയ്ക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. 25 സാക്ഷികളെ വിസ്തരിച്ചു. 24 രേഖകൾ കോടതിയിൽ ഹാജരാക്കി. 2021 കേസിനാസ്പദമായ സംഭവം. 12 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം. കൂവപ്പള്ളി സ്വദേശി അരുൺ സുമേഷിനെയാണ് ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. 2019 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് PS മനോജ് ഹാജരായി. തൃശൂർ അവണൂർ സ്വദേശി ശശീന്ദ്രന്റെ മരണത്തിൽ അസ്വാഭാവികതയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിശദ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ കാക്കനാട് ലാബിലേക്ക് അയച്ചു. ശശീന്ദ്രന്റെ കുടുംബാംഗങ്ങളുടെയും മകന്റെയും വിശദമൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്നലെ രാവിലെയാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ATM-ൽ നിന്ന് പണമെടുക്കാൻ പോയ ശശീന്ദ്രൻ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സമാന ലക്ഷണങ്ങളോടെ ശശീന്ദ്രന്റെ അമ്മ കമലാക്ഷി, ഭാര്യ ഗീത, വീട്ടിൽ ജോലിക്കെത്തിയ തെങ്ങുകയറ്റ തൊഴിലാളികളായ ശ്രീരാമചന്ദ്രൻ, ചന്ദ്രൻ എന്നിവരും ചികിത്സയിലാണ്. വീട്ടിലുണ്ടായിരുന്ന ഇവരുടെ മകൻ ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഇയാൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും പ്രകടിപ്പിച്ചിട്ടില്ല. ലോക ഓട്ടിസം ദിനത്തിന്റെ ഭാഗമായി ചിരിക്കൂട്ടി എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികൾ ദിനാചരണം സംഘടിപ്പിച്ചു. ബാലസംഘം പത്തനംതിട്ട മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു പരിപാടി. ബാലസംഘം ഏരിയ പ്രസിഡന്റ് ഷാനു PB അധ്യക്ഷയായി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അധ്യാപികയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രീത P നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റിൽ മഹേഷാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ടിപ്പറുമായി കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാർ കൊക്കയിലേക്ക് തെറിച്ചു വീണു. ചുരം 8-ാം വളവിന് താഴെ തരപ്പാടിയിലാണ് സംഭവം. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി റഷീദും സുഹൃത്തുമാണ് ബൈക്കിലുണ്ടായിരുന്നത്. റോഡരികിൽ വീണ് കിടക്കുന്ന ബൈക്ക് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചുരം NDRF വോളണ്ടിയർ ടീം അംഗങ്ങൾ പരിശോധിച്ചപ്പോഴാണ് 25 അടിയോളം താഴ്ചയിൽ വീണ് കിടക്കുന്നവരെ കണ്ടെത്തിയത്. യാത്രക്കാരുടെ സഹായത്തോടെ ഇവരെ മുകളിലെത്തിക്കുകയും കൈതപ്പൊയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകി. സാരമായി പരിക്കേറ്റതിനാൽ ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇടുക്കിയിലെ ജനവാസ മേഖലയിൽ തമ്പടിച്ച് പടയപ്പ. കഴിഞ്ഞ ദിവസം ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ KSRTC ബസ്സിന് മുന്നിൽ ആന നിലയുറപ്പിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ മൂന്നാർ നല്ലതണ്ണിയിലും പടയപ്പ നിലയുറപ്പിച്ചു. സമീപത്തെ വാഴകളും തിന്നു ചവിട്ടിമെതിച്ചും നശിപ്പിച്ച ശേഷമാണ് ആന കാട് കയറിയത്. കൊല്ലം കൊട്ടാരക്കരയിൽ എക്സൈസിന്റെ പരിശോധനയിൽ 30 ലിറ്റർ ചാരായവും
1500 ലിറ്റർ കോടയും പിടികൂടി. 2 പേരെ അറസ്റ്റ് ചെയ്തു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ എക്സൈസിന്റെ വലയിലായത്. റബ്ബർ ടാപ്പിംഗിന്റെ മറവിൽ മനക്കരക്കാവ് സ്വദേശി സന്തോഷ് നടത്തിയിരുന്ന വാറ്റ് കേന്ദ്രമാണ് എക്സൈസ് കണ്ടെത്തിയത്. പേരുംകുളം ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 10 ലിറ്റർ ചാരായവുമായി അനിലെന്നാളെ ഷാഡോ സംഘം പിടികൂടി. നിരവധി വ്യാജ ചാരായം വാറ്റ് കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് സന്തോഷ് എന്ന് എക്സൈസ് അറിയിച്ചു. കുപ്പികളിലാക്കി ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു. ഇതിൽ അനിലെന്ന് പറയുന്നയാൾ 1/2 ലിറ്റർ വീതമുള്ള കുപ്പികളിൽ പകർന്ന് 500 രൂപ വിലയ്ക്കും, സന്തോഷ് എന്നയാൾ 1 ലിറ്റർ വീതമുള്ള കുപ്പികളിൽ നിറച്ച് 1200 രൂപ നിരക്കിലുമാണ് വിൽപ്പന നടത്തി വന്നിരുന്നത്. വളരെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം നടത്തി വന്നിരുന്നതാണ്. കണ്ടെടുക്കുമ്പോൾ സന്തോഷ് എന്നയാളിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ 1200ഓളം ലിറ്റർ കോട തത്സമയം പിടിക്കുന്ന സമയം സൂക്ഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു. കൊല്ലം ചടയമംഗലത്ത് വൻ കഞ്ചാവ് വേട്ട. 53 കിലോ കഞ്ചാവുമായി ചിത്ര സ്വദേശി എബിമോനാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. 5 മാസം മുൻപ് കൊല്ലം ചാത്തന്നൂരിൽ നിന്നും 80 കിലോ കഞ്ചാവുമായി എബിമോൻ അറസ്റ്റിലായിരുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി കഞ്ചാവ് കടത്തുന്നതിനിടെയാണ് വീണ്ടും പിടിയിലാകുന്നത്. വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് മുക്കത്ത് കിണർ നന്നാക്കുന്നതിനിടെ മണ്ണിടിച്ച് വീണ് പരിക്കേറ്റ ആളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. മുക്കം കുറ്റിപ്പാലക്കലിൽ ആണ് അപകടമുണ്ടായത്. കുറ്റിപ്പാല കിഴക്കുപാടം സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുക്കം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. തിരുവനന്തപുരം ശ്രീകാര്യം കരിമ്പുംകോണം ക്ഷേത്രത്തിലെ ഘോഷയാത്രയ്ക്കിടെ ആനയിടഞ്ഞു. തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റ് 5 പേർക്ക് പരിക്കേറ്റു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ പരിക്ക് സാരമുള്ളതല്ല. ചെക്കാലമുക്ക് ജംഗ്ഷനിലെത്തിയപ്പോഴാണ് അയ്യപ്പൻ എന്ന ആന ഇറഞ്ഞത്. പിന്നീട് സമീപത്തെ പറമ്പിൽ ആനയെ തളച്ചു. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ 1ാം വാർഷികവും ദർശന ക്ലബ്ബ് സ്ഥാപിതമായതിന്റെ 5ാം വാർഷികവും ആഘോഷിച്ചു. ദർശന സർവീസ് സൊസൈറ്റി മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് നടത്തുന്ന കൈകോർക്കാം ചേർത്ത് നിർത്താം പരിപാടിയുമായി ബന്ധപ്പെട്ട 25 ഭിന്നശേഷിക്കാർക്ക് ലൈസൻസും വിതരണം ചെയ്തു. മന്ത്രി കെ രാധാകൃഷ്ണനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക ഓട്ടിസം ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ആർട്രി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഓട്ടിസം ബോധവൽക്കരണം നടന്നു. മ്യൂസിയം എസ് ഐ വിഷ്ണു PL ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആർട്രി ഫൗണ്ടേഷൻ ഇന്ത്യൻസ് പ്ലക്കാർഡുകളേന്തി വാക്കത്തോണും സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂരിൽ പൗർണമിക്കാവിലെ പ്രപഞ്ചയാഗം 4ാം ദിവസവും തുടരുന്നു. ആഹോരി പരമ്പരയിലെ ശ്രീ കൈലാസപുരിയാണ് യാഗത്തിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. നാടിന്റെ നന്മയ്ക്കും ജനക്ഷേമത്തിനുമായാണ് ലോകത്ത് തന്നെ ആദ്യമായി പ്രപഞ്ചയാഗം പൗർണമിക്കാവിൽ നടത്തുന്നത്. നേപ്പാളിലെ പശുപതിനാഥ്, ബദരിനാഥ്, കേദാർനാഥ്, പത്മനാഭസ്വാമി ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം തുടങ്ങി അനേകം പുണ്യകേന്ദ്രങ്ങളിലെ പുരോഹിതർ യാഗത്തിൽ പങ്കെടുക്കുന്നു. കൈലാസത്തിൽ നിന്ന് എത്തിയാണ് ശ്രീ കൈലാസപുരി പ്രപഞ്ചയാഗത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ബാലത്രിപുരസുന്ദരി ദേവി പ്രധാന പ്രതിഷ്ഠയായ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പൂജാ ചടങ്ങുകൾക്ക് ശേഷം സ്വാമി കൈലാസപുരി ഭക്തർക്ക് ദർശനം നൽകും. മാനവരാശിയുടെ ക്ഷേമവും പ്രകൃതിയുടെ ശാശ്വതമായ നിലനിൽപ്പും ഈശ്വരോപാസനയിലൂടെ സാധ്യമാക്കുന്നതിനു വേണ്ടിയാണ് പ്രപഞ്ചയാഗം. ഈ മാസം 6 വരെയാണ് യാഗം നടക്കുന്നത്. ഇത്രയും ഈസി ആയിട്ട് ചെറിയൊരു എമൗണ്ടിന് ആ കർമ്മം ഇവിടെ 16,000
1,16,008 തിലഹോമങ്ങൾക്ക് സമമായിട്ടുള്ള ആ കാലഭൈരവ ഹവനത്തിലേക്ക് നമുക്ക് ഹോമങ്ങളിൽ സമിത്ത് സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. ഹോമകുണ്ടങ്ങളിൽ അർപ്പിക്കാനുള്ള പൂജാദ്രവ്യങ്ങൾ ക്ഷേത്ര പരിസരത്ത് ലഭ്യമാക്കിയതുൾപ്പെടെ എല്ലാ സൗകര്യവും സംഘാടകർ പൂർത്തിയാക്കി. രാജ്യത്തിനകത്തെയും പുറത്തെയും പുണ്യക്ഷേത്രങ്ങളിലെ പ്രധാന പുരോഹിതർ മന്ത്രധ്വനികളാൽ യാഗശാലയെ ധന്യമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രവർത്തകരുടെ തമ്മിൽ തല്ലിൽ വയനാട് DCCയിൽ തെളിവെടുപ്പ്. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമിന്റെയും ജില്ലയുടെ ചാർജുള്ള KPCC ജനറൽ സെക്രട്ടറി ജമീല ആലിപ്പറ്റയുടെയും നേതൃത്വത്തിലാണ് പരിശോധന. രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ മാർച്ചിനിടെ പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലിയതാണ് അന്വേഷിക്കുന്നത്. കൽപ്പറ്റ MLA T സിദ്ദിഖിന്റെ ഓഫീസ് സ്റ്റാഫ് അംഗം സാലി റാട്ടക്കൊല്ലി, KPCC അംഗം PP ആലി എന്നിവർ തമ്മിലായിരുന്നു സംഘർഷം. ഇടുക്കി വാത്തിക്കുടിയിൽ വയോധികയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതി സുധീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാത്തിക്കുടി സ്വദേശി ആമ്പക്കാട്ട് ഭാസ്കരന്റെ ഭാര്യ രാജമ്മയാണ് വെട്ടേറ്റ് മരിച്ചത്. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാസ്കരൻ വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ്. ഇടുക്കി മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാത്തിക്കുടി ടൗണിന് സമീപം ആമ്പക്കാട്ട് ഭാസ്കരൻ ഭാര്യ രാജമ്മ എന്നിവർക്ക് നേരെയാണ് മകളുടെ ഭർത്താവ് സുധീഷ് അക്രമം നടത്തിയത്. സുധീഷും ഭാര്യയും തമ്മിൽ വഴക്കിടുന്നതിനിടയിൽ ഭാസ്കരനും ഭാര്യയും തടസ്സം പിടിക്കുന്നതിനായി എത്തിയതോടെ മദ്യലഹരിയിലായിരുന്ന പ്രതി സുധീഷ് കോടാലി ഉപയോഗിച്ച് ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. ഭാസ്കരനും രാജമ്മയ്ക്കും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും രാജമ്മ തൽക്ഷണം മരിക്കുകയും ചെയ്തു. ഗുരുതര പരിക്കുകളോടെ ഭാസ്കരൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൃത്യത്തിന് ശേഷം വാഹനവുമായി കടന്നു കളഞ്ഞ സുധീഷിനെ ഇയാളുടെ പണിക്കൻകുടിയിലുള്ള വീടിന് സമീപത്തു നിന്നുമാണ് പിടികൂടിയത്. പുറകെ പോലീസ് അല്ലെ നാട്ടുകാർ വരുന്ന പേടിച്ച് ഈ ഷർട്ടൊക്കെ ഊരി കളഞ്ഞിട്ട് അവിടെ നിന്ന് കൂടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തായാലും ഷർട്ടൊന്നും ആൾ കൂടുതൽ ദൂരം പോകത്തില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിൽ പാതിരാത്രി മുഴുവൻ അവിടെ ഇങ്ങനെ കാത്തിരുന്നു. അപ്പോൾ വെളുപ്പിനോടുകൂടി അദ്ദേഹം ഇങ്ങനെ വീട്ടിലെത്തി കഥ തുറന്നകത്ത് കയറി നമ്മൾ പതിയിരിക്കുമായിരുന്നു. നമ്മൾ വാഹനമൊന്നും ഇല്ലായിരുന്നു, വാഹനമൊക്കെ മാറ്റിയിട്ടാണ് എന്നെ കാത്തിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ തെറ്റിയില്ല, ആളെത്തി. ആൾ വീട്ടിൽ വന്ന സമയത്തൊക്കെ നമ്മൾ വീട് വളഞ്ഞ് പുള്ളി അറസ്റ്റ് ചെയ്തു. തുടർന്ന് സുധീഷിനെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്ത് എത്തിച്ചു. ഇടുക്കി ഡിവൈഎസ്പി ബിനു ശ്രീധറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ തെളിവെടുപ്പിനായി സംഭവം നടന്ന വാത്തിക്കുടി ആമ്പക്കാട്ട് വീട്ടിൽ എത്തിച്ചത്. കൃത്യം നടത്തിയ രീതി ഇയാൾ പോലീസിനോട് വിശദീകരിച്ചു. കൃത്യത്തിന് ശേഷം കട്ടിലിനടിയിൽ ഒളിപ്പിച്ചിരുന്ന കോടാലി പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു. വിരലടയാള വിദഗ്ധ സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ അധ്യാപകരുടെ പ്രതിഷേധം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണ നീക്കം നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമരം. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം. ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അന്തരിച്ചു. രോഗബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കേരള ഹൈക്കോടതിയിൽ 12 വർഷം ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൊൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്ര ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസും തെലങ്കാനയ്ക്ക് പ്രത്യേക ഹൈക്കോടതി രൂപീകരിച്ചപ്പോൾ ആദ്യ ചീഫ് ജസ്റ്റിസും ആയിരുന്നു. 1983 അഭിഭാഷകനായി. 2004 ഒക്ടോബർ 14 കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായത്. 2 തവണ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി. കേരള ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനുമായിരുന്നു. സംസ്ഥാനത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിലും മുതിർന്ന പൗരന്മാരുടെ പ്രശ്നങ്ങളിലും ദേവസ്വം വിഷയങ്ങളിലും ശ്രദ്ധേയ ഇടപെടൽ ഇദ്ദേഹം നടത്തിയിരുന്നു. മലപ്പുറം തിരുനാവായയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. തിരുനാവായ സിമന്റ് യാർഡിലേക്ക് സിമന്റ് ലോഡുമായി എത്തിയ ഗുഡ്സ് വാഗനാണ് പാളം തെറ്റിയത്. 2 എഞ്ചിനുള്ള ഗുഡ്സ് ട്രെയിൻ റിവേഴ്സ് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ എഞ്ചിൻ പൂർണ്ണമായി പാളത്തിൽ നിന്നും തെന്നിമാറി. ഷൊർണൂരിൽ നിന്നും എത്തിയ സീനിയർ സെക്ഷൻ വിഭാഗം എഞ്ചിനീയർ കെ ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള സംഘം എഞ്ചിൻ ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ്. ഒരു നാട് നൽകിയ സ്നേഹത്തണലിൽ യാഥാർത്ഥ്യമായത് 3 പെൺകുട്ടികളുടെ വിവാഹ സ്വപ്നങ്ങൾ. കൊല്ലം പരവൂരിൽ സ്നേഹമംഗല്യം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ സമൂഹ വിവാഹം ഒരു നാടിന്റെ ആകെ കരുതലിന്റെയും കരുത്തിന്റെയും നേർക്കാഴ്ച കൂടിയായി. കുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തിയാലോ? പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ ഷൈൻ സുന്ദർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചോദ്യം പരവൂർ ദേശം ഒന്നാകെ ഏറ്റെടുത്തു. സ്നേഹമംഗല്യ കൂട്ടായ്മയും മീനത്തിൽ താലി കെട്ടുന്ന ചടങ്ങും യാഥാർത്ഥ്യമായി. ഒന്നിനു പകരം 3 വിവാഹങ്ങൾ.
നമ്മുടെ മീനഭരണിയോടനുബന്ധിച്ച് മീനത്തിൽ താലി കെട്ടുന്നൊരാശയം ഹോട്ടൽ പടിപ്പുര ഷൈൻ സുന്ദറിൻ്റെ മനസ്സിൽ നിന്ന് വന്നു. അത് ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിച്ചു. അത് നമുക്ക് വൻ പിന്തുണ ഈ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും നമുക്ക് ലഭിച്ചു. അത് വൻ വിജയമാക്കാൻ പറ്റി. ഒരാഴ്ച മുമ്പ് ഉത്സവാഘോഷ ലഹരിയിൽ മുങ്ങിയ ക്ഷേത്ര പരിസരം വീണ്ടും ഉത്സവ സമാനമായി. നാട്ടുകാർക്കൊപ്പം വധൂവരന്മാരെ ആശീർവദിക്കാൻ സ്ഥലം MLA കൂടി എത്തിയപ്പോൾ ചടങ്ങ് അതിഗംഭീരമായി. ഒരു വലിയ കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. സ്നേഹമംഗല്യ കൂട്ടായ്മയുടെ ഈ പരിപാടിയിലൂടെ ഒരു 3 കല്യാണം, നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള 3 കുടുംബങ്ങളെ സഹായിക്കുന്നു എന്ന അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ആ മനുഷ്യത്വപരമായ ഇടപെടൽ, അതിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു വലിയ കർമ്മമാണ് നമ്മളെല്ലാം കൂടി ചേർന്ന് ഇവിടെ നിർവഹിക്കുന്നത്. പരവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീജ, കൗൺസിലർമാർ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങി 100 കണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കാളികളായി. ന്യൂസ് 18 കൊല്ലം. അമരവിള ചെക്ക് പോസ്റ്റിൽ പരിശോധന സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് പരാതി. വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ സ്പീഡ് ബ്രേക്കറുകളോ ബാരിക്കേഡുകളോ ഒന്നും ഇവിടെയില്ല. ചീറിപ്പാഞ്ഞെത്തുന്ന വാഹനങ്ങളെ കൈകാണിച്ചു നിർത്തി പരിശോധിക്കേണ്ട അവസ്ഥയിലാണ് ജീവനക്കാർ. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വാഹനങ്ങൾ എത്തുന്ന പ്രധാന എക്സൈസ് ചെക്ക് പോസ്റ്റാണ് അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റ്. മാസങ്ങൾക്ക് മുമ്പ് പഴയ ചെക്ക് പോസ്റ്റിൽ നിന്നും പുതിയ ചെക്ക് പോസ്റ്റിലേക്ക് മാറിയിരുന്നു. എന്നാൽ ഇവിടെ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ സ്പീഡ് ബ്രേക്കറുകളോ ബാരിക്കേഡുകളോ ഒന്നുമില്ല. ഹൈവേയിൽ കൂടി വാഹനങ്ങൾ വരുന്നത് അമിത വേഗത്തിലാണ്. വാഹനം പരിശോധിക്കുവാൻ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് വാഹനത്തിലിരിക്കുന്ന ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചു ദൂരം മാറിയാണ് വാഹനങ്ങൾ നിർത്താൻ സാധിക്കുന്നത്. ഇത് പരിശോധനാ ഉദ്യോഗസ്ഥർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഏറെയാണ്. അപകട സാധ്യതയും കൂടുതലാണ്. അവിടെ സ്പീഡ് ബ്രേക്കറോ ഹമ്പോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. അതിനാൽ ഈ വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികൾ വളരെ അമിതമായ വേഗത്തിലാണ് കടന്നു പോകുന്നത്. ഈ അമിതമായ വേഗത്തിൽ കടന്നു പോകുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്കോ മറ്റും ഒന്നും സാധിക്കുന്നില്ല. ഈ കൈ കാണിച്ചു കഴിഞ്ഞാൽ 10-20 മീറ്റർ മാറിയാണ് വാഹനങ്ങൾ നിർത്തുന്നത് തന്നെ. ഒരു വാഹനം പരിശോധിക്കുന്നതിനിടെ പുറകിൽ നിന്ന് വരുന്ന വാഹനം അടുത്ത ട്രാക്കിൽ കയറി സ്പീഡിൽ പോകുന്നതും പതിവാണ്. ഈ സാഹചര്യത്തെ മുതലെടുത്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളും വളരെ എളുപ്പത്തിൽ ഈ ചെക്ക് പോസ്റ്റ് വഴി കടത്തുന്നത് പതിവാകുന്നതായാണ് പരാതി. സ്പീഡ് ബ്രേക്കറുകളോ ബാരിക്കേഡുകളോ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. അമ്പലപ്പുഴയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക്. തകഴി കുന്നുമ്മ സ്വദേശി വേണുഗോപാൽ, ഭാര്യ മഹിളാമണി എന്നിവർക്കാണ് പരിക്കേറ്റത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ കരുമാടി കളത്തിൽ പാലത്തിന് സമീപമായിരുന്നു അപകടം. വിവരങ്ങളുമായി ശരണ്യ സ്നേഹിതനുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയൊരു അപകടം തന്നെയാണ്. അവർ തെറിച്ചു വീഴുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നു. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? പരിക്ക് ഗുരുതരമാണോ? ഇവരുടെ പരിക്ക്, ഗുരുതരമായ പരിക്ക് ഇവർക്ക് ഏറ്റിട്ടുണ്ട്. കാരണം അമിത വേഗതയിൽ വരുന്ന കാറ് മറ്റ് റോഡിന്റെ മറ്റ് മറുവശത്തു കൂടി വരുന്ന ഇരുചക്ര വാഹനത്തിലേക്ക് വന്ന് ഇടിക്കുന്നതായാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ബൈക്കും കാറിന്റെ ഫ്രണ്ട് ഭാഗവും നന്നായി ഈ ഇടിയിൽ തകർന്നിട്ടുണ്ട്. അപകടം പറ്റിയത് തകഴി കുന്നുമ്മ കുസുമാലയത്തിൽ വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ ഭാര്യ മഹിളാമണി എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ കരുമാടി പാലത്തിന് സമീപമായിരുന്നു ഈ അപകടമുണ്ടായത്. ശരി, അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലാണ് കരുമാടി കളത്തിൽ പാലത്തിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വളരെ ഗുരുതരമായ പരിക്കുകൾ ദമ്പതികൾ കേട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ നൽകിയായിരുന്നു ശരണ്യ സ്നേഹജൻ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.